ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം ഞാനൊരു 8 പീസ് ചിക്കനാണ് എടുത്തത്. ചിക്കൻ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളകാണ് കേട്ടോ. അത് നമ്മുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കാണ്, ഞാനൊരു മീഡിയം സൈസ് ക്യാപ്സിക്കാണ് എടുത്തത്. അതൊരു 2 എണ്ണം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അത് ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ് കേട്ടോ. അതൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ തന്നെ ഉപ്പുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഏതിലാണോ മന്തി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പിൽ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് മതി കേട്ടോ. ഇത് മുഴുവൻ ചോറിനുള്ള ഇത് ബസ്മതി അരിയാണ്, വെള്ള കളറിലുള്ളത്. ഞാനൊരു 3/4 മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ഇത് ഒരു 80-85% ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ. ഇതിൽ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഞാനൊരു പാനിലിട്ടിട്ട് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചോറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 3/4 ഭാഗത്തോളം വേവ് ആക്കിയിട്ടുണ്ട്, അതിൽ കൂടുതൽ വേവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വേവണം. ഇതിലേക്ക് നമ്മൾ ആ നാരങ്ങയും ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളത്തിലേക്ക്. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതിൽ നിന്ന് കോരി മാറ്റിയിട്ടാണ് ഞാൻ റൈസ് അതിലേക്ക് ഇട്ടത്. നിങ്ങൾക്ക് ലെയറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിടി കുരുമുളകും അതുപോലെ തന്നെ ഏലക്കായയും ഒരു 8-10 ഏലക്കായും കൂടെ നമ്മൾ ഇതിനിടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ചിക്കൻ ഇങ്ങനെ മുകളിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് തളിച്ചെടുത്തതാണ്. ഇനി ഇതുപോലത്തെ മുളക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൈസിൽ ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതേപോലെ അതിനുള്ളിൽ കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണലിട്ടിട്ട് നമ്മൾ അതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെമ്പ് പെട്ടെന്ന് അടച്ചു വെക്കുക. ആ പുക അതിനുള്ളിൽ നന്നായിട്ടൊന്ന് കയറണം. ഇപ്പോൾ ഞാനൊരു 3/4 മണിക്കൂറോളം ഞാൻ കണലിൽ തന്നെ വെച്ചു, നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തു. ഇനി ഇതേപോലെ നമ്മൾ ചിക്കൻ പീസൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ചിക്കനൊന്നും ഒട്ടും ഉടഞ്ഞു പോവില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള 2 ചട്നിയും കൂടി നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. അതിൻ്റെത് അത്ര പഴുത്തിട്ടില്ല. അതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി നമ്മുടെ ആവശ്യത്തിന് നമ്മളതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മയോണൈസാണ്. അതിന് നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, വിനാഗിരി ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ അടിപൊളി മന്തി തയ്യാറാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.